ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ പൊതുവേ കുപ്പിവളകളാണ് കൂടുതൽ ഇടാറുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഒരുപാട് കുപ്പിവള കളക്ഷൻസ് ഉണ്ടോയെന്ന്. ഇപ്പോഴാണ് എനിക്ക് കുറേ കളക്ഷൻസ് ആയത്. സാധാരണ എനിക്കങ്ങനെ കുപ്പിവളകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുപ്പിവള കളക്ഷൻസൊക്കെ ഒന്ന് കാണിക്കാം. ഇത് കുപ്പിവള മാത്രമല്ല, എല്ലാ വളകളും ഉണ്ട്. കാരണം നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കുറേ വളകളൊക്കെ നമ്മുടെ പൊട്ടിപ്പോയി. ഈ പാക്കിങ് മൂവിങ് ഒക്കെ ആയിട്ട് കുറേ വളകൾ പൊട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വളകളെല്ലാം കൂടെ നമ്മൾ കാണിക്കാം. ഇപ്പോൾ കാണിക്കാം കേട്ടോ. അപ്പം ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം വലിച്ച് നീട്ടി വലിച്ച് കീറി ഒട്ടിക്കുന്നില്ല. നമ്മുടെ ബാംഗിൾ കളക്ഷൻസ് കാണിക്കാം. ഓക്കെ. അപ്പോൾ ദേ ഈ കബോർഡിലാണ് ഞാൻ എൻ്റെ ബാംഗിൾ കളക്ഷൻസ് എല്ലാം വെച്ചേക്കുന്നത്. നമുക്ക് ഭയങ്കര സംഭവമായിട്ട് അറേഞ്ച് ചെയ്തൊന്നുമല്ല വെച്ചേക്കുന്നതേ. കണ്ടോ, കുറേ ഇങ്ങനെ നിരത്തി പെറുക്കിയിട്ടേക്കാണ്. ഇപ്പം ഇനി ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. കുറേ എന്തൊക്കെയുണ്ടല്ലേ. അപ്പോൾ എല്ലാം വിശദമായിട്ട് ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇതൊക്കെയുണ്ട്. ഇപ്പോൾ എടുത്തു മാറ്റി എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. എടുത്തു മാറ്റിയൊന്നുമില്ല, ശ്രീയുടെ അച്ഛൻ്റെ ഫോട്ടോയാണ്. അത് നമ്മളിങ്ങനെ കൊണ്ടു നടക്കണതാണ്. നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ മാറ്റുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ എന്താ പറയുക, ഫ്രെയിം ചെയ്ത ഫ്രെയിമൊക്കെ പൊട്ടിപ്പോയാണ്. അപ്പോൾ ഈ വളകളൊക്കെ ഞാൻ ഇനി ഓരോന്നോരോന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദേ ഇതാണ് ശ്രീയുടെ അച്ഛൻ്റെ ഫോട്ടോ. നമ്മുടെ പറയുന്ന പോലെ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ വയ്ക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരുന്നതാണ്. പക്ഷേ സാധനം പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ നമ്മൾ ആ ഫോട്ടോ മാത്രം കൂടെ കൊണ്ട് നടക്കണതാണ്. ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു മനുഷ്യൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ ഫോട്ടോയുടെ ഒരു കവറുണ്ട്. അയ്യോ, ഇതിൽ ഭൂതമുണ്ട്. ഭൂതം ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇന്നാ കണ്ടു. ഈ ഭൂതം ഞാനാണ്. എൻ്റെ ഹെയർ ബൊട്ടോക്സി ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോസാണിത് കേട്ടോ. ഇതെന്തിനായിരുന്നു? എനിക്ക് തോന്നുന്നു ലൈസൻസ് എടുക്കാൻ എന്തോ ഉണ്ടായിരുന്ന ഫോട്ടോ ആണ്. അപ്പോൾ ഭൂതത്തെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സ്വർണ്ണ വളകൾ കാണാം. മറ്റുള്ളവരുടെ മുന്നിൽ പത്രോസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന കുറച്ച് സ്വർണ്ണ വളകൾ. അതായത് അത്യാവശ്യം എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അവർ ഈ കയ്യിലും കാലിലും നോക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ ഇടുന്നതാണ് ഇമിറ്റേഷൻ ഗോൾഡ് അഥവാ കവറിങ് ഗോൾഡ് എന്നൊക്കെ പറയില്ലേ, കവറിങ് വള എന്നൊക്കെ പറയും. അതേപോലെ ഒരു 3-4 ഇരിപ്പുണ്ട്. അങ്ങനെ ഇങ്ങനെയാണ് ഇടാറില്ല. പിന്നെ അതിനൊക്കെ മുമ്പ് ഞാൻ ഇട്ടിരുന്നത് ഈ വാച്ചാണ്, നോയ്സിൻ്റെ വാച്ചാണ്. പക്ഷേ ഇതിപ്പം ചത്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ ഇവിടെ പൊട്ടിപ്പോയി. അത് കാരണം കൊണ്ട് ഞാനിതിപ്പോൾ ഇടലില്ല, എടുത്തു വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച്. പിന്നെ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച വള എന്ന് പറയുന്നത് കമ്പി വളയാണ് കേട്ടോ. കുപ്പിവളയല്ല, കമ്പി വളയാണ്. വേറൊന്നുമല്ല, ഞാനന്നൊരു സെറ്റ് മുണ്ട് കൊടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയപ്പം വാങ്ങിയതാണ്. അന്നാണ് ആദ്യമേ ഞാൻ വള എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് വേണം, ഒരു പെണ്ണായിട്ട് വളയൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ നടക്കണം എന്ന് ചിന്തിച്ചിട്ടുള്ളത് അന്നാണ്. ഇതേ എനിക്ക് തോന്നുന്നു ഒരു 2 ഡസനോ 4 ഡസനോ കണ്ട് വള, കൈ നിറച്ച് വളയിട്ടാണ് അന്ന് പോയത്. 4 ഡസൻ എങ്ങാനുണ്ടായിരുന്നു കംപ്ലീറ്റ് വള. അപ്പോൾ ഇതിൻ്റെ കുറേ ഇനി ഇതിൽ പറക്കാനുണ്ട്. അപ്പോൾ അതേ ഇതാണ് കമ്പി വള, സ്കൈ ബ്ലൂ കളർ. എൻ്റെ ഒരു സ്കൈ ബ്ലൂ സെറ്റ് മുണ്ടില്ലേ, അതിൻ്റെ കൂടെ ഇട്ടതാണ് ഈ സ്കൈ ബ്ലൂ കളർ വള. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ സെയിം തന്നെ അതുപോലെ അത്രയും ക്വാണ്ടിറ്റിയിൽ തന്നെ പച്ച കളർ വള ഞാൻ വാങ്ങിച്ചു. വേറൊന്നിനുമല്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ ധാവണി വാങ്ങിച്ചിട്ടുണ്ടായി. ഓണത്തിനങ്ങാണ്ടാണ് ധാവണി. ഓണത്തിന് ധാവണി ഉടുക്കാൻ വേണ്ടിയിട്ട്, ധാവണിയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള വളകളാണ്. ഓണത്തിന് ധാവണിയുടെ കൂടെ ഇടാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള വളകളാണ്. ഇതും കുറേ ഇട്ടു. പക്ഷേ ഇതിൻ്റെ പച്ച കളർ കയ്യിൽ പിടിക്കുന്നുണ്ട്. മറ്റേ നീലയുടെയും അങ്ങനെ ഉണ്ട് കേട്ടോ, കളർ കയ്യിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഇനി കാണിക്കാൻ പോകുന്നത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വളകളാണ്. ഇത് കറുത്ത വളയാണ്. ഇതിൻ്റെ ബാക്കി ഇതിലുണ്ട് 1-2 പൊട്ടിപ്പോയി. കറുത്ത വളകളാണ്, പക്ഷേ ഇച്ചിരി ഗ്ലേസിങ് കൂടിയ കറുത്ത വളയാണ്. ഇതെനിക്ക് മഹേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേങ്കിൽ ഇത് കണ്ടോ, ഇത് ഭയങ്കര വലിപ്പമാണ്. സോ അത് കാരണം കൊണ്ട് ഞാൻ അത്യാവശ്യം വീട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ ഇടും, എന്നല്ലാണ്ട് പുറത്തിട്ടുകൊണ്ട് പോലില്ല. കാരണം ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഊരിപ്പോരും. അത് കാരണം കൊണ്ടാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് കാരണം കൊണ്ട് സൂക്ഷിച്ച് എന്താ പറയുക, സ്വത്ത് കാക്കണ പോലെ, നിധി കാക്കണ പോലെ വെച്ചേക്കുന്ന ഒരു വളയാണിത്. അതിൻ്റെ തന്നെ ആ കൂട്ടത്തിലുള്ള ഗോൾഡൻ കളർ വള വാങ്ങിച്ചു. ഇതും ഈ പറഞ്ഞ പോലെ ഇത്തിരി കൂടി ചെറുതാണ് കേട്ടോ. പക്ഷെ ഇച്ചിരിയും കൂടെ ചെറുത് വേണമായിരുന്നു എനിക്ക്, എന്നാലേ എൻ്റെ കയ്യിൽ കയറും. ഇതിപ്പം ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ഊർന്ന് പോവും, അതാണ് എൻ്റെ പ്രശ്നം. പക്ഷേ നല്ല രസമുണ്ട്. കളറൊക്കെ നല്ല സെലക്ഷനാണ് ചേട്ടാ സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ മെറൂൺ കളർ വളയാണ് കേട്ടോ.
മെറൂൺ കളർ വള. മെറൂൺ കളർ വള ഓൾറെഡി ഞാൻ വാങ്ങിയതുകൊണ്ട് എനിക്ക് കുപ്പിവള അടുത്ത് മെറൂൺ കളറ് കുപ്പിവള ഇതേ കണ്ടോ, മെറൂൺ കളർ കുപ്പിവള. ഇത് തന്നെയാണ്, ഇടാൻ പറ്റും. ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ, രണ്ടും വേറെയാണ്, അതാണ് പ്രശ്നം. ഇതിടാൻ പറ്റും, പക്ഷെങ്കിൽ ഇത് തന്നെയാണ് പ്രശ്നം. പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരാൾക്കും കൊടുക്കാതെ വെച്ചേക്കണ വളകളിലൊന്നും പെട്ടതാണ് ഇതെല്ലാം. പിന്നെ ഉള്ളത് സിൽവർ കളർ വളയാണ്. ഈ സിൽവറും കറുപ്പും കൂടെ ഇടയ്ക്ക് എനിക്ക് തെറ്റിപ്പോവും. ഞാൻ എടുക്കുമ്പം തന്നെ എനിക്കിടയ്ക്ക് തെറ്റിപ്പോവാറുണ്ട്. സിൽവർ കളർ വള. ഇതിൻ്റെ ബാക്കി ഇവിടെ എവിടെയോ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊളാപടിച്ച് കിടക്കുകയാണ്, കൊളാബ് സൈഡ് കിടക്കുകയാണ്. സിൽവർ കളർ വള. ഇതും വളരെ മനോഹരമാണ്, ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പക്ഷേ എന്താ പ്രശ്നം, ഇതാണ് പ്രശ്നം. ഇത്തിരി ഒരു സൈസും കൂടെ ഒക്കെ ഒന്ന് ചെറുതായിരുന്നെങ്കിൽ അടിപൊളി വളയാളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണാൻ പാടില്ല എന്നാണ്. ദാനം കിട്ടിയല്ല, എണ്ണ എനിക്ക് ഉത്സവത്തിന് എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്ന വളകളാണ് ഇതൊക്കെ. ഇനി ഞാൻ വാങ്ങിച്ച മെറൂൺ വളകൾ കാണാം. എന്താ ഇത്രേ ഉള്ളൂ ഞാൻ വാങ്ങിച്ച മെറൂൺ കളർ. ബാക്കിയൊക്കെ പൊട്ടിപ്പോയി ഞാൻ വാങ്ങിച്ച മെറൂൺ വളകളിലെ. ഇത് ഇങ്ങനെ കയറണില്ല. പക്ഷേ ഇത് ഇത്രയും ടൈറ്റായിട്ട് ഇട്ടെങ്കിലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കിടക്കണതാണ്. എണ്ണൻ്റെ കൈമുറിയുണ്ടാ വെച്ചിട്ടാണ് എനിക്ക് അത്രയും വലിയ വളകൾ വാങ്ങിച്ചു തന്നത് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. പിന്നുള്ളത് സ്കൈ ബ്ലൂ കളർ കുപ്പിവളയാണ്. എനിക്ക് കുപ്പിവള എവിടെ കണ്ടാലും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അറിയാണ്ട് പോയി. ഞാൻ ഓട്ടോമാറ്റിക്കലി കാലങ്ങോട്ടൊരു ചുവട് വെച്ച് പോകും, അതെൻ്റെ കുറ്റമല്ല. പിന്നെ അതെ ഈ സ്കൈ ബ്ലൂ ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞാൽ ഇച്ചിരി കയറാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേങ്കിൽ സോപ്പിട്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് സൈസ് വളയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ബ്രൗൺ കളർ വള. വളകളുടെ വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വളകൾ തപ്പി തീരണില്ല അല്ലേ. ഇതാണ് ബ്രൗൺ കളർ വളകൾ. അതും കുറച്ചധികം അവിടെ ഇടയ്ക്കായിട്ടുണ്ട്. ബ്രൗൺ കളർ വളകൾ കണ്ട, നല്ല ബ്രൗൺ കളറാണ്. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ വരെ കയറുമെങ്കിൽ ബാക്കി അവിടെ നിന്ന് കയറിക്കോളും, കുഴപ്പമില്ല കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബ്ലാക്ക് വളയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ വാങ്ങിച്ചല്ല കേട്ടോ, ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് മഹേഷ് ചേട്ടൻ തന്നിട്ടുള്ളതേ കണ്ട. അതിൻ്റെ വള ഒരെണ്ണം പൊട്ടിപ്പോയി. ഇത് ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിൻ്റെ വരുന്നതാണ്. ഇങ്ങനെയാണ് നമ്മളൊരു വീട് വാടകയ്ക്ക് മാറുമ്പോൾ നമ്മുടെ കുറേ സാധനങ്ങൾ നാശം ആയി പോവും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് അതൊരു പുത്തരിയല്ല. സോ അതുകൊണ്ട് കുഴപ്പമില്ല. കുപ്പിവളകളോട് മാത്രമല്ല കേട്ടോ, സ്വർണ്ണവളകളോടും ഇഷ്ടമാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് ഞെരുക്കം വരുമ്പോൾ നമ്മൾ സ്വർണ്ണവളകളെ ഓർക്കില്ല, കുപ്പിവളകളെ ഓർക്കും. ഇത് നല്ല കരിവളയായിരുന്നു. ഇതിനിപ്പോൾ 4 എണ്ണം കൂടെ ഉള്ളൂ. ബാക്കി എല്ലാം പൊട്ടിപ്പോയി. സാധനങ്ങൾ മാറ്റിയ വഴിക്ക് പൊട്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ പണ്ട് ഒപ്പനയ്ക്കൊക്കെ നമ്മൾ ഇടൂലേ പച്ച കുപ്പിവള പറയണത്, അങ്ങനെ പച്ച കളർ കുപ്പിവള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പച്ച കളർ കുപ്പിവള വേണ്ട. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചാണ്. പക്ഷേ ഇനി അതും അത്രയും കൂടെ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടായത്, പക്ഷെ അതെങ്ങനെ കാണണില്ല. ഞാനായിട്ട് പോയി എടുത്ത കാരണം കൊണ്ട് ഇടാൻ പറ്റും ഇടാതിരിക്കാൻ പറ്റും എന്നുള്ള അവസ്ഥയിൽ പെട്ടുപോയിട്ടുള്ള കുറച്ച് വളകളുണ്ട്. അത് 2 സെറ്റാണ്. പക്ഷെങ്കിൽ 2 നമുക്ക് കണ്ടാൽ തിരിച്ചറിയില്ല, ഇതിലേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിത് 2ഉം കൂടെ ഒന്നിച്ച് തന്നെ കാണിക്കാം. ഒന്ന് ഗോൾഡൻ വിത്ത് ബ്ലൂവും ഒന്ന് ഗോൾഡൻ വിത്ത് ബ്രൗണും കൂടെ ഉള്ള വളയാണ്. ഇതിൽ ചിലത് ഗോൾഡൻ വിത്ത് ബ്ലൂവുമാണ്. ഇത് ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ഗോൾഡൻ വിത്ത് ബ്രൗൺ ആണ് കണ്ട. ഇത് ഗോൾഡൻ വിത്ത് ബ്ലൂ ആണ്. ഇത് രണ്ടും സെയിം സൈസിന് സെയിം അളവിൽ വാങ്ങിച്ചാണ്. ഇനി ഇത്ര കൂടെയും ബാക്കിയുള്ളൂ. അപ്പോൾ കുഞ്ഞപ്പൻ അലയും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുപ്പിവളകൾ ഇത്രേ ബാക്കിയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗോൾഡ് കവറിങ് വളകൾ ഇനിയുമുണ്ട്.
ദേ ഇങ്ങനെ കുറച്ച് ഗോൾഡ് കവറിങ് വളകളുണ്ട്. ഇതൊക്കെ എങ്ങനെ വാങ്ങിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയൊക്കെയോ കല്യാണത്തിനും ഒക്കെ ആയിട്ട് വാങ്ങിയിട്ടുള്ള എന്തോ വള സ്വർണ്ണമാണ്. ഇതെല്ലാം സ്വർണ്ണമാണ്, കണ്ടില്ല എന്നാരും പറയരുത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വളകൾ മാറ്റി മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു പൗച്ചുണ്ട് കണ്ടോ. ഞാൻ ഫോണിട്ട് വെച്ചിരുന്ന പൗച്ചാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പൗച്ചാണ്. പിന്നെ എൻ്റെ വാച്ചിൻ്റെ ചാർജർ ഇരിപ്പുണ്ട്. എൻ്റെ വാച്ചിൻ്റെ ചാർജർ കേബിളാണിത്. ഇത് എൻ്റെ വാച്ചിൻ്റെ ചാർജർ കേബിള്. ഇതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വള്ളിയൊക്കെ ഇങ്ങനെ സൈഡ് വഴി ഇടാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ വർക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു പേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഒരു 10 രൂപ പോലും ഇല്ല. ഒരു പേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല. ഇതാണ്. പിന്നെ ഒരു ഹാൻഡ് പേഴ്സാണുള്ളത്. പിന്നെ നമ്മൾ ഈ പിറന്നാളിന് ആരുഷിൻ്റെ പിറന്നാളിന് നമ്മൾ ഫുഡ് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അതിന് നമ്മൾ ആ ഫുഡ് ഓർഡർ ചെയ്ത ഇടമാണ് ഈ നമ്പറാണ്. അവരുടെ അടുത്ത് നിന്ന് തന്നെയാണ് നമ്മൾ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരെ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ മൈലാഞ്ചി ഒരു വികാരമായി പോയി. അപ്പോൾ ഒരു കോൺ മൈലാഞ്ചി ഇരിപ്പുണ്ട്. ഇത് ഇടണം എന്ന് വിചാരിച്ചാൽ അത് ഇട്ടിട്ടില്ല ഇതുവരെ. ഇനി ഇടാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇങ്ങനെ വാങ്ങിച്ച് പൂക്കാൻ വെച്ചേക്കാണ്. വേറൊന്നുമല്ല, എന്തോ ഐലാഷ് അല്ലെങ്കിൽ മറ്റേ ഈ കൺപീലി ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇങ്ങനെ വാങ്ങിച്ച് ഇവിടെ വെച്ചേക്കണം. എന്നോ വാങ്ങിച്ച് വെച്ചേക്കണാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൽ കാണാനുള്ളത്. ഇതിൽ ഇത്രയൊക്കെ തന്നെ കാണാനുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ബാങ്കിൾ കളക്ഷൻ, അല്ലെങ്കിൽ എൻ്റെ ബാങ്കിൾ കളക്ഷൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ്. ഇതിൽ ഈ ഫോട്ടോ നേരെ ഇരിക്കാത്തതുകൊണ്ടാണ് മടക്കി വെക്കണത്. അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും മിസ് ചെയ്യണത് എൻ്റെ ഈ വാച്ചിനെയാണ് സത്യമായിട്ടും. ഇതിനകത്ത് എനിക്ക് എൻ്റെ മുഖം കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് വേണം, വൈഫൈ വേണം എന്നൊന്നുമില്ല. എങ്ങനെയോ ഇത് കയറി കണക്റ്റ് ആവും, ഓട്ടോമാറ്റിക്കലി കയറി കണക്റ്റ് ആവും. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ അപ്ഡേഷൻസ്, വാട്സപ്പ് മെസ്സേജസ് ഒക്കെ വരുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാച്ചായിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് ഇപ്പോൾ ഒരു ഭയങ്കര നഷ്ടമായിട്ട് തോന്നുന്നു. കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് കേട്ടോ മക്കളെ. അപ്പം ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു സാധനങ്ങളെല്ലാം കൂടെ, കളക്ഷൻസ് എല്ലാം കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ. ഓക്കെ.